നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായിട്ട് മലയാളം ടു ഇംഗ്ലീഷ് എന്ന ട്രാൻസ്ലേഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ ആരോടാണ് സംസാരിക്കുന്നത്? നീ എന്താണ് വാങ്ങുന്നത്? ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നതല്ലേ. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിലാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ അറിയുന്ന സെന്റൻസുകൾ സെന്റൻസുകളല്ല വാക്കുകൾ ആദ്യം ഇംഗ്ലീഷിൽ പറയുക. നീ എന്ന് പറയണമെങ്കിൽ നമുക്ക് യു വേണം. പോകുക എന്ന് പറയുന്നത് എന്താണ്? ഗോ വേണം. എങ്ങോട്ടാണ്? വേർ വേണം. അപ്പോ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. ഒരു WH വേർഡ് വേണം, ഓക്സിലറി വേണം, സബ്ജക്റ്റ് വേണം, വേർബ് വേണം. അപ്പോ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടുത്തെ WH വേർഡ് ഏതാണ്? എങ്ങോട്ടാണ് എന്നുള്ളതാണ് WH വേർഡ്. വെയർ. പോകുന്നത് എന്ന് പറയണമെങ്കിൽ ഒരാൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഓക്സിലറി ഏതാണ്? ആറാണ്. വെയർ യു, വെയർ ആർ യു ഗോയിങ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. പക്ഷെ ഇതെങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു WH വേർഡ് കൊടുത്തു, ഓക്സിലറി കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു, വേർബ് കൊടുത്തു. വേർ ആർ യു ഗോയിങ്? നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ ആരോടാണ് സംസാരിക്കുന്നത്? ആരോടാണ് നീ സംസാരിക്കുന്നത്? ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതൂ. എങ്ങനെയാണ്? ആരോടാണ് നീ സംസാരിക്കുന്നത്? ഈ ആരോടാണ്, ആരെ എന്നൊക്കെയുള്ള ഹൂ, ഹൂം, ഹൂസ് എന്നിന്റെ ക്ലാസ് ഞാൻ എടുത്തിരുന്നു. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ നോക്കുക. ഹൂ ആർ യു ടോക്കിംഗ് ടു? ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് അറിയണമെങ്കിൽ നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ഒന്ന് പഠിക്കുക നിങ്ങൾ കേട്ടോ. ഹൂ ആർ യു ടോക്കിംഗ് ടു? ഇനി വേറൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം, ടു ഹൂം? എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ആ ക്ലാസ് കേൾക്കണം കേട്ടോ. ആർ യു ടോക്കിംഗ്? ടു ഹൂം ആർ യു ടോക്കിംഗ്? ഹൂ ആർ യു ടോക്കിംഗ് ടു? നീ ആരോടാണ് സംസാരിക്കുന്നത്? നീ എന്താണ് വാങ്ങുന്നത്? ഇവിടെ WH എന്ന് പറയുന്നത് വാട്ടാണ്, എന്താണ്. അപ്പോ വാട്ട്, നീയാണ്, ആർ വന്നു. വാട്ട് ആർ യു? വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, ബൈയിങ്. ബൈ ആണ് വാങ്ങുക എന്ന് പറയുന്ന വേർബ്. വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ യൂഷ്വലി ചോദിക്കുക അത്. വാട്ട് ആർ യു ബൈയിങ്? അവൻ എപ്പോഴാണ് വരുന്നത്? ഇവിടുത്തെ WH എന്ന് പറയുന്നത് വെൻ ആണ്, എപ്പോഴാണ് എന്നുള്ളതാണ് WH. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വെൻ ഈസ് ഹി, അവനാണ് അല്ലെ. വെൻ ഈസ് ഹി കമ്മിങ്? അപ്പൊ നിങ്ങൾ കുറച്ചു പേര് ചിന്തിച്ചിട്ടുണ്ടാവും, അവൻ വന്നില്ലല്ലോ, അപ്പൊ നമ്മൾ ഇത് ഫ്യൂച്ചറിലല്ലേ ചോദിക്കണ്ടേ എന്ന് കുറച്ചു പേര് ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മൾ ഫ്യൂച്ചർ ടെൻസ് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും സംസാരിക്കാൻ കഴിയുന്നതാണ്. അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. വെൻ ഈസ് ഹി കമ്മിങ്? അതായത് നമ്മൾ നേരത്തെ തീരുമാനിച്ച് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് എങ്കിൽ പോലും നമുക്കത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സംസാരിക്കാൻ കഴിയും. വെൻ ഈസ് ഹി കമ്മിങ്? എപ്പോഴാണ് അവൻ വരുന്നത്? നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? ഇവിടുത്തെ നമ്മുടെ WH എന്ന് പറയുന്നത് എന്തിനാണ്, ചോദ്യമാണ്. വൈ. അപ്പോ WH വേർഡ് കൊടുത്തു. ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓക്സിലറി കൊടുത്തു. നീ ആയതുകൊണ്ട് യു കൊടുത്തു. വേർബ് ING കൊടുത്തു. വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാണ് കരയുന്നത്? അവൾ എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെ, ഹൗ. ഹൗ കൊടുത്തു. അവൾ ആയതുകൊണ്ട് ഈസ് ഷീ കൊടുത്തു. ഹൗ ഈസ് ഷീ ഗോയിങ്? ഗോയിങ് എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ഒരാള് ഇപ്പോ ഞാനിത് എന്തുകൊണ്ടാണെന്ന് പറയണമെങ്കിൽ ഇത് ഫ്യൂച്ചർ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ ഫ്യൂച്ചറിൽ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളാണ് എങ്കിൽ നമുക്കത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. കഴിയുമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇപ്പൊ ഇവിടെ കൊടുക്കാം കേട്ടോ. ഹൗ ഈസ് ഷീ ഗോയിങ്?
നീ എന്താണ് കഴിക്കുന്നത്? എന്താ നീ കഴിക്കുന്നത്? വാട്ട്. അപ്പോ WH വേർഡ് കൊടുത്തു വാട്ട്. നീയാണ് ആർ. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചോദിക്കുന്നത് വാട്ട് ആർ യു ഈറ്റിംഗ്. വാട്ട് ആർ യു ഈറ്റിംഗ്. നീ എവിടെയാണ് താമസിക്കുന്നത്? നീ എവിടെയാണ് താമസിക്കുന്നത്? എവിടെ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വെയർ. അപ്പോ നീ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് എന്താണ്? ഒരു വ്യക്തി ഒരു സ്ഥലത്ത് എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും താമസിക്കുന്നത് അല്ലെ? അപ്പൊ അത് പ്രസന്റ് ടെൻസ്. വെയർ ഡു യു ലീവ്. അപ്പൊ അവിടുത്തെ ഓക്സിലറി ഡു ആണ്. വെയർ ഡു യു ലീവ്. എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എഴുതി വെക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഫസ്റ്റ് ഒരു WH വേർഡ് വേണം. നോക്കൂ, WH വേർഡ് അല്ലേ നമ്മൾ കൊടുത്തത്? മാറ്റമുണ്ടോ? ഇനി ഓക്സിലറി വേണം. നോക്കൂ, ഓക്സിലറി അല്ലേ നമ്മൾ കൊടുത്തത്? സബ്ജക്റ്റ്, വേർബ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ലീവിങ് എന്ന് ഉപയോഗിച്ചില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡൂവും ഡെസ്സും നമ്മുടെ സെന്റൻസിൽ വന്ന വേർബ് ഫസ്റ്റ് ഫോമിൽ ആണ് ഉള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയട്ടെ. ഏത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ചോദിക്കേണ്ടത് ഈ WH കൊടുക്കുക, ഓക്സിലറി കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, വേർബ്. അപ്പൊ ഇനി ഓക്സിലറി എങ്ങനെയാണെന്നെങ്കിൽ ഓരോ ടെൻസിന്റെയും ഓക്സിലറി ഏതാണെന്ന് പഠിച്ചു വെക്കലേ ഇതിന് വഴിയുള്ളൂ. ആ ഓക്സിലറി കൊടുക്കുക, അപ്പൊ വേർബ് എങ്ങനെ വരും ആ രീതിയിൽ വേർബും കൊടുക്കുക. ഇസ് ഇറ്റ് സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ 30 ദിവസം കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളതിലെ ക്ലാസ്സുകളാണ് ഇപ്പൊ ഞങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി ഡെയിലി കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വളരെ ഈസിയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, നമ്മൾ പേടിക്കണം അത്രയൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ജൂൺ 1-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോയി തുടങ്ങും. അപ്പോൾ നമ്മുടെ അമ്മമാര് വീട്ടിൽ തനിച്ചാകാൻ തുടങ്ങുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ആകാവുന്നതാണ്. ഏറ്റവും ബേസിക് ആയിട്ട് മുതലാണ് നമ്മൾ ഏറ്റവും താഴെത്തട്ട് തൊട്ട് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ അന്ന് മുതൽ ഒരു ജൂൺ 3 കൂടി തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ഗ്രാമർ ക്ലാസ്സുകൾ വൈകുന്നേരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ജയമ്മ ട്യൂഷൻ പോയിന്റ്. അതും നമ്മൾ മൈ ഇംഗ്ലീഷിൻ്റെ തന്നെയാണ്. അതിവിദഗ്ധരായ ടീച്ചേഴ്സിൻ്റെ കീഴിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ ലഭ്യമാണ്. അപ്പം നമ്മൾക്ക് ഒരു ഗ്രൂപ്പിൽ 10 കുട്ടികൾ വരുന്ന ഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പോൾ ലൈവായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ജൂൺ 1-ാം തീയതി മുതൽ തന്നെ, സ്കൂൾ തുറക്കുന്ന അന്ന് മുതൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ഞങ്ങളുടെ ക്ലാസ്സുകൾ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളെ അന്നന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ തന്നെ, നിങ്ങൾ പാരൻസിൻ്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ള സംശയമൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ട്യൂഷൻ ക്ലാസ് വിടോ അല്ലെങ്കിൽ പഠിച്ചില്ലേ എന്നൊരു പേടിയോ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അന്ന് മുതൽ തന്നെ ട്യൂഷൻ ആരംഭിച്ചുകൊള്ളുക. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അതും എൻ്റെ നമ്പർ തന്നെയാണ്, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ അധികം സ്റ്റുഡൻസിനെ എടുക്കില്ല. കാര്യം അറിയാലോ, ട്യൂഷൻ എന്ന് പറയുന്നത് ക്ലാസ് റൂം പോലെ പോയി നിന്ന് കുറേ കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത് ട്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. ട്യൂഷൻ എന്ന് പറയുന്നത് എന്താ, പ്രത്യേകമായ ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി, എൻ്റെ കുട്ടിയെ ഫോക്കസ് ചെയ്യണം ടീച്ചർ, ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ പേരൻസ് ട്യൂഷൻ ക്ലാസ്സിന് കുട്ടികളെ അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ ജയമ്മ ട്യൂഷൻ പോയിന്റിൽ കുറേ കുട്ടികളില്ല, കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ നമ്പറിൽ തന്നെ പെട്ടെന്ന് പാരൻസിന് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.